നമസ്കാരം. സെക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് മൊഡ്യൂൾ 3യിൽ നിന്നും ഒരു ഐഡിയയും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ 2 പ്രോബ്ലമാണ് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ആദ്യത്തെ പ്രോബ്ലം. ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് അവസാനത്തെ ഈ സെൻറ്റൻസ് കണ്ടാൽ അറിയാം. സ്കെച്ച് ദി പാത്ത് ഓഫ് ആൻഡ് ഇൻ എലിവേഷൻ. എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആണ്. ഒരു ആൻഡിൻ്റെ പാത്ത് ഇതിലെയാണ് അത് സോളിഡ് ബോഡിയിലൂടെ നടന്നു പോയതെന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അത് ഫ്രണ്ട് വ്യൂവിൽ. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ ഡെവലപ്മെൻറ്റ് ഓഫ് ലാറ്ററൽ സർഫസ് ഓഫ് എ റൈറ്റ് റെഗുലർ ഹെക്സഗണൽ പ്രിസം. ഓർഡിനറി പ്രിസമാണ്, ഹെക്സഗണൽ ബേസാണ്. ടോപ്പിലും ബോട്ടമിലും പ്രിസം ആയതുകൊണ്ട് 2 ഹെക്സഗൺ ഉണ്ട്, ടോപ്പിലും ബോട്ടമിലും. ആ ഹെക്സഗണിൻ്റെ ഒരു സൈഡ് 25 മില്ലിമീറ്റർ ആണ്. അതിൻ്റെ ഹൈറ്റ് 70 മില്ലിമീറ്റർ ആണ്. ഇങ്ങനെയുള്ള ഒരു റൈറ്റ് റെഗുലർ ഹെക്സഗണൽ പ്രിസം ഷേപ്പുള്ള ഒരു സോളിഡ് ബോഡിയിൽ ഒരു ആൻഡ് മൂവ് ചെയ്യുന്നു. അത് ലാറ്ററൽ സർഫസിലൂടെ മൂവ് ചെയ്യുന്നു. ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈഡിലും ഉള്ളതും ബേസ് എന്ന് പറയുന്നത് ബോട്ടമിലും ടോപ്പിലും ഉള്ളതും. അപ്പോൾ ഇത് ലാറ്ററൽ സർഫസിലൂടെ മൂവ് ചെയ്യുന്ന കാര്യമാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത് ബേസിൽ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹെക്സഗൺ ആയതുകൊണ്ട് 6 കോർണേഴ്സ് ഉണ്ട്. അതിലേതോ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ബേസ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ബോട്ടം ബേസോ ടോപ്പ് ബേസോ എന്തോ ആയിക്കോട്ടെ. ഞാൻ തൽക്കാലം ബോട്ടം ബേസ് എടുക്കുകയാണ്. ആ ഒരു കോർണർ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് കോർണർ ഓഫ് ദി ടോപ്പ് ഫേസ്. അപ്പോൾ ബോട്ടം ബേസിലെ ഒരു കോർണർ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടോപ്പ് ഫേസിലെ ഒരു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണർ പോയിന്റിലേക്കാണ് ഇത് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ബോട്ടം ബേസ് കോർണറിൽ നിന്ന് ടോപ്പ് ബേസ് കോർണറിലേക്ക് നേരെ മുകളിലോട്ട് ക്ലൈംബ് ചെയ്യല്ല. അത് ലാറ്ററൽ സർഫസിലൂടെ സൈഡ് സർഫസിലൂടെ വട്ടം കറങ്ങി മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ എത്തുന്നത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡയഗണലി ഓപ്പോസിറ്റ് എന്നും വേണമെങ്കിൽ പറയാം, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഹെക്സഗൺ കോർണറിലേക്കാണ്. നമ്മൾ ഒരു സോളിഡ് ഹെക്സഗൺ ഷേപ്പിലുള്ള ഒരു പ്രിസം വരയ്ക്കുമ്പോൾ 3Dയിൽ വരയ്ക്കുമ്പോൾ അതിനെ നെയിമിങ് കൊടുക്കാൻ മുകളിൽ ABCDEF ലെറ്റേഴ്സ് യൂസ് ചെയ്യും. താഴെയാണെങ്കിൽ റെസ്പെക്റ്റീവ്ലി 1 2, സിയുടെ താഴെ 3, ഡിയുടെ താഴെ 4, ഇയുടെ താഴെ 5, എഫിൻ്റെ താഴെ 6. ആൻഡ് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ഈ സൈഡിലൂടെ അപ്പുറത്തൂടെ ബാക്കിലൂടെ കറങ്ങി നടക്കുന്നതിനോടൊപ്പം മുകളിലോട്ട് ക്ലൈംബ് ചെയ്തിട്ട് ഡിയിലെത്തുന്നു. 1ൽ നിന്ന് ഡിയിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് സങ്കല്പിക്കാം. ആ യാത്ര, ആ പാത്ത് സ്കെച്ച് ചെയ്യേണ്ടത് എലിവേഷൻ ഓർ ഫ്രണ്ട് വ്യൂവിലാണ്. അപ്പോൾ ഇവിടെ ഡെവലപ്മെൻറ്റിൻ്റെ സഹായത്തോടെ വേണം അത് ചെയ്യാൻ. അതാണ് ഇതിൻ്റെ ലോജിക്ക്. ഈ ലാറ്ററൽ സർഫസിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു റെക്റ്റാങ്കിളാണ്. കളക്ഷൻ ഓഫ് ഷോർട്ട് റെക്റ്റാങ്കിൾസ്. എത്ര റെക്റ്റാങ്കിൾസ് വരും? 6 റെക്റ്റാങ്കിൾസ് വരും. അത് അഡ്ജസൻ്റായിട്ട് സീരിയലി അടുക്കി വെച്ചിരിക്കുമ്പോൾ ഒരു വലിയ റെക്റ്റാങ്കിൾ കിട്ടുന്നു. അതാണ് ഇതിൻ്റെ ലാറ്ററൽ സർഫസിൻ്റെ ഡെവലപ്മെൻറ്റ്. അതിൽ നമ്മൾ മുകളിലെല്ലാം ABCD മാർക്ക് ചെയ്യും, താഴെയെല്ലാം 1 2 3 4 മാർക്ക് ചെയ്യും. അതിലെ താഴെയുള്ള 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലുള്ള ഡിയിൽ അവസാനിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ റഫലി ഇവിടെ കാണിച്ചാൽ 1 2 3 4 5 6 ഇങ്ങനെയായിരിക്കാം ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ABCDEF A 1 2 3 4 5 6 1. ഈ 1ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഡിയിൽ അവസാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ യാത്ര. മുകളിൽ നിന്ന് താഴോട്ടാണ് സങ്കല്പിക്കുന്നതെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ തൽക്കാലം ഈ ഒരു യാത്ര എടുക്കാം. താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിൽ അവസാനിക്കുകയാണ് യാത്ര. അപ്പോൾ ഈ ഒരു പാത്ത് ഡെവലപ്മെൻറ്റിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തിലൂടെ ആൻഡ് നടക്കുന്നു എന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് ലൈനാണ്. അത് ഡെവലപ്മെൻറ്റിലേ കിട്ടിയുള്ളൂ. ആ സ്ട്രെയിറ്റ് ലൈൻ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്ത് നോക്കുക. B2നെ ഇതിലൂടെ കടന്നു പോകുന്നു, C3യെ ഇതിലൂടെ കടന്നു പോകുന്നു, എന്നിട്ടാണ് അത് ഡിയിലെത്തി അവസാനിച്ചത്. ആ ഒരു പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ ഇതിനു വേണ്ടി വരയ്ക്കുന്ന ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും ഒക്കെ മാർക്ക് ചെയ്താൽ ഫ്രണ്ട് വ്യൂവിൽ ആ പാത്ത് കിട്ടും, അതുപോലെ ടോപ്പ് വ്യൂവിലും ആ പാത്ത് കിട്ടും. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എയിം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇറേസ് ചെയ്യുകയാണ്. ഹെക്സഗണൽ പ്രിസം വെറുതെ ഗ്രൗണ്ടിൽ വെർട്ടിക്കലി പ്ലേസ് ചെയ്താൽ ഉണ്ടാകുന്ന ടോപ്പ് വ്യൂ ഹെക്സഗണാണ്. ഫ്രണ്ട് വ്യൂ ഹെക്സഗണിൽ നിന്ന് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഏത് ഓറിയൻറ്റേഷനിലും വരയ്ക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ആൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് ഫ്രണ്ട് വ്യൂവിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ താഴെ കാണുന്ന രീതിയിൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. 1 എന്ന പോയിൻ്റ് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ, A എന്ന പോയിൻ്റ് ഫ്രണ്ട് വ്യൂവിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ. ആ രീതിയിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചിട്ട് ഡെവലപ്മെൻറ്റും കൂടെ വരച്ചിട്ട് ഈ കാണിച്ച രീതിയിലുള്ള പാത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത സ്ക്രീനിൽ ആ ഒരു ഫിനിഷ്ഡ് ഡ്രോയിങ് ആണ് നിങ്ങൾ കാണുക.
അപ്പോൾ ടൈം സേവ് ചെയ്യാനും കൂടിയാണത് വീഡിയോയുടെ ടൈം. അപ്പോൾ നിങ്ങൾ ആ ഫിനിഷ്ഡ് ഡ്രോയിങ് കണ്ടതിന് ശേഷം ആ ഡ്രോയിങ് നിങ്ങളും പ്രിപ്പയർ ചെയ്ത് റെഡിയായിട്ട് ബാക്കി കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഇതാണ് ഹെക്സാഗണൽ പ്രിസത്തിൻ്റെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ. ടോപ്പ് വ്യൂ ഹെക്സാഗൺ വരച്ചു. ടോപ്പിലുള്ള പോയിൻറ്റ്സ് ABCDEF, ബോട്ടം പോയിൻറ്റ്സ് 1 2 3 4 5 6. ഇവിടുന്ന് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഇത് ഹൈറ്റ് 70 mm ആണ്. ഇതൊരു സൈഡ് 25 mm ആണ്. അപ്പോൾ 70 mm ഹൈറ്റിൽ ഫ്രണ്ട് വ്യൂവിനെ പ്രൊജക്റ്റ് ചെയ്ത് കണ്ടെത്തുക. അപ്പോൾ ഈ ഓരോ പോയിൻറ്റ്സും മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്നതാണ് ഈ വെർട്ടിക്കൽ ലൈൻസ് എല്ലാം. അതിൽ നോക്കുക B', 2', അത് ഈ പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ എഡ്ജാണ്. F', 6', അത് ഈ പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ എഡ്ജാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ B', 2' കാണാം, F', 6' കാണില്ല. അപ്പോൾ ഇതൊരു തിക്ക് ലൈനും ഡാഷ്ഡ് ലൈനും കൂടെ ചേർന്നാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും കാണാവുന്ന തിക്ക് ലൈനും അതിൻ്റെ പുറകിൽ കാണില്ലാത്ത ഡാഷ്ഡ് ലൈനും കൂടെ ചേർന്നാണ്. നടുക്ക് ആക്സിസ് മാത്രമേ ഉള്ളൂ. ഒരു എഡ്ജും ഈ ടോപ്പ് വ്യൂവിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകാം, എഡ്ജസ് ഒന്നും തന്നെ കടന്നു വരുന്നില്ല. സെൻട്രൽ ആക്സിസ് മാത്രം. ആക്സിസ് O7 ആണ്. ടോപ്പിൽ O', താഴെ 7'. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ച് ഈ പ്രിസത്തിനെ കട്ട് ചെയ്തിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യാൻ A1 എന്ന ലൈൻ സെലക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ആദ്യം മുതൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ A1 എന്ന ലൈൻ ആദ്യം വരയ്ക്കുക. അതിനുശേഷം ഒരു ലെങ്ത് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വരയ്ക്കുക. അതിൽ ഈ ഡിസ്റ്റൻസ് കണ്ടെത്താൻ 25 mm ഇവിടെ നിന്ന് കോമ്പസിലെടുക്കുക. കാരണം ഈ 6 സൈഡ്സ് ആണ് അൺഫോൾഡ് ചെയ്ത് സ്ട്രൈറ്റൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 25 mm AB കോമ്പസിലെടുത്തിട്ട് കോമ്പസ് കൊണ്ട് ഓരോ ആർക്കുകൾ ഇവിടെ മാർക്ക് ചെയ്ത് ലാസ്റ്റ് പോയിൻ്റ് 1 വരെ അത് ഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ മുകളിലും ചെയ്യണം. അങ്ങനെ ഈ കംപ്ലീറ്റ് റെക്ടാങ്കിൾ വിത്ത് ഫോൾഡിങ് മാർക്സ്, ഈ ഇടയ്ക്ക് കാണുന്ന ഈ വെർട്ടിക്കൽ ലൈൻസൊക്കെ ഫോൾഡ് ചെയ്ത് ഈ സോളിഡ് ഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോൾഡിങ് മാർക്സ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് 70 mm ഹൈറ്റ് ആണ്. ഇതിൻ്റെ ഫുൾ സ്ട്രെച്ച്ഡ് ഔട്ട് ലെങ്ത് 25 × 6 ആണ്, 150 mm. ഇനി ഈ ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ് ഈ ഒരു ബോഡിയുടെ ബോട്ടം മോസ്റ്റ് പോയിൻ്റായ 1' സ്റ്റാർട്ട് ചെയ്തിട്ട് ടോപ്പ് മോസ്റ്റ് പോയിൻ്റായ D' അവസാനിക്കുന്നതായിട്ടാണ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്. 1 ബോട്ടം മോസ്റ്റ് കോർണർ പോയിൻ്റ് ആണ്. അതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിൻ്റ് Dയും 4ഉം ആണ്. അതിലെ ടോപ്പ് പോയിൻ്റ് D ആണ്. അതിലേക്കാണ് ആൻഡിൻ്റെ മൂവ്മെൻറ്റ് എത്തേണ്ടത്. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ആൻഡിൻ്റെ മൂവ്മെൻ്റ് അല്ല. കാരണം ഇതൊന്നും ഒരു ഫ്ലാറ്റ് സിംഗിൾ റെക്റ്റാങ്കിൾ അല്ല. ഇത് മുമ്പോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബോഡിയുടെ ഫ്രണ്ട് വ്യൂ മാത്രമാണ്. അതായത് ആൻഡ് 1-ൽ നിന്ന് Dയിലേക്ക് പോകുന്നത് ഫ്രണ്ട് ഫേസിലൂടെ ആണെങ്കിൽ ഇതിലൂടെ യാത്രയും റിയർ ഫേസിലൂടെ ആണെങ്കിൽ അപ്പുറത്തൂടെ യാത്രയും. ഇവിടുന്ന് നോക്കുന്ന വ്യൂ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു യാത്ര മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആൻഡിൻ്റെ മൂവ്മെൻറ്റ് 1A, B2, C3, D4 ലൈനുകളിൽ കൂടിയാണ്. ഇതാണ് 1A, B2, C3, D4. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൻഡ് അത് Dയിൽ അവസാനിക്കുന്നു. ആ ഒരു മൂവ്മെൻറ്റ് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഗ്രീൻ ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത്. ആ ഷോർട്ടസ്റ്റ് പാത്ത് ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡെവലപ്മെൻറ്റിൽ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ ഹെക്സാഗൺ ബോഡിയുടെ ഈ എഡ്ജസിലൂടെ അത് ക്രോസ് ചെയ്ത് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ 1-ൽ തുടങ്ങിയെങ്കിൽ ഈ ഒരു പോയിൻറ്റിനെ ഞാൻ P എന്ന് വിളിക്കുന്നു, ഈ ഒരു പോയിൻറ്റിനെ Q എന്ന് വിളിക്കുന്നു. 1PQD അതാണ് അതിൻ്റെ പാത്ത്. ഇനി ബാക്ക് സൈഡിൽ കൂടെ ആണെങ്കിലോ 1-ൽ സ്റ്റാർട്ട് ചെയ്ത് F6, E5, D4 അത് വരിക. അപ്പോൾ ഇത് 1A, F6, E5, D4. അപ്പോൾ ഇങ്ങനെയാണ് ആ പാത്ത് വരിക. ബാക്കിൽ കൂടെ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ കൂടെ സങ്കല്പിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ ലൈൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ PQ എന്ന പോയിൻറ്റ്സ് 1ഉം Dയും ഓൾറെഡി നമ്മുടെ ഫ്രണ്ട് വ്യൂവിലുണ്ട്. എലിവേഷനിൽ ഈ പാത്ത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആണ്. എലിവേഷൻ ഫ്രണ്ട് വ്യൂ ആണ്. പ്ലാൻ ടോപ്പ് വ്യൂ ആണ്. ഇതാണ് അതിൻ്റെ ഓൾട്ടർനേറ്റ് നെയിംസ്. നമ്മൾ സാധാരണ ഡ്രോയിങ്ങിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ബിൽഡിങ്ങിൻ്റെയൊക്കെ പ്ലാൻ എലിവേഷനൊക്കെ വരയ്ക്കുന്നു എന്ന് പറയുന്നത് ഇതാണ് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. അപ്പോൾ ഈ ഒരു ഡാറ്റ ഫ്രണ്ട് വ്യൂയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, എലിവേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓൾറെഡി 1ഉം Dയും അവിടെ അവൈലബിൾ ആണ്. ഇടയ്ക്കുള്ള Pയും Qയും മാത്രം അതിലേക്ക് കൊണ്ടുവന്നാൽ മതി. അത് വളരെ സിമ്പിളാണ്. 2B ലൈനിലാണ് P. അപ്പോൾ ഇവിടേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഇത് സ്ട്രൈറ്റ് അലൈൻമെൻറ്റിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ P കിട്ടും. C3 ലൈനിലാണ് Q. അത് ഇവിടേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഇവിടെ Q കിട്ടും. അപ്പോൾ ആൻഡിൻ്റെ പാത്ത് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ, ദെൻ ഇച്ചിരി ഡീവിയേറ്റഡ് ആയിട്ട് മറ്റൊരു സ്ട്രൈറ്റ് ലൈൻ, മറ്റൊരു ആംഗിൾ, മൂന്നാമത്തെ ലൈൻ. ഇതാണ് ഫ്രണ്ട് വ്യൂവിൽ ആൻഡിൻ്റെ പാത്ത്. നമുക്ക് കാണാവുന്ന ഫ്രണ്ട് സർഫസ്, അതായത് ഈ ഡയറക്ഷനിലുള്ള സർഫസിലൂടെയുള്ള ആൻഡിൻ്റെ പാത്ത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതുള്ളൂ. ഡെവലപ്മെൻറ്റിൽ ആ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ നമ്മുടെ
ഈ ഫസ്റ്റ് ഡ്രോയിങ്സിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഇനി ടോപ്പ് വ്യൂവിൽ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിലോ 1 ഒരു പോയിൻ്റാണ്, ഡി മറ്റൊരു പോയിൻ്റാണ്, അത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റാണ്. പി കിട്ടിയിരിക്കുന്നത് 2Bയിലാണ്, F6-ലല്ല 2Bയിലാണ്. 2B ഇവിടെയാണ്. അപ്പോൾ ആ ഒരു ഡോട്ട് പോയിന്റിൽ തന്നെയാണ് പിയും. C3-ലാണ് Q കിട്ടിയിരിക്കുന്നത്, C3 ഇവിടെയാണ്, ഈ ഡോട്ട് പോയിന്റ് തന്നെയാണ് Q. അപ്പോൾ 1PQD ഈ ഒരു സർക്കംഫറൻസ് എഡ്ജസ് തന്നെയാണത്. കാരണം ഈ സർഫസിലൂടെയാണ് അത് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാത്തായിട്ട് നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണിക്കാൻ പറ്റത്തുള്ളൂ. അതല്ല ചോദ്യം, ഫ്രണ്ട് വ്യൂവിലുള്ള പാത്താണ്, അതിവിടെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത്. സെക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് മൊഡ്യൂൾ 3-ലെ അടുത്ത ഒരു ചോദ്യം ഇവിടെയും ഒരു ആൻഡിൻ്റെ പാത്ത് ട്രേസ് ചെയ്യാനാണ്. ഇവിടെ ഒരു ഷുഗർ ജാർ, അതിനൊരു വല്ലാത്തൊരു ഷേപ്പാണ് റൈറ്റ് സർക്കുലർ കോൺ, ഐസ്ക്രീം കോൺ പോലെയുള്ള കോൺ ഷേപ്പ്. ആ കോണിൻ്റെ ബേസ് സർക്കിൾ ഡയമീറ്റർ 60 മില്ലിമീറ്റർ, കോണിൻ്റെ ഹൈറ്റ് 90 മില്ലിമീറ്റർ. അത് ഗ്രൗണ്ടിൽ റെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബോട്ടം ബേസിൽ റെസ്റ്റ് ചെയ്യുന്നതായിട്ട് കരുതുക, സർക്കിൾ ബേസിൽ റെസ്റ്റ് ചെയ്യുന്നതായിട്ട് കരുതുക. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല, നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ആൻഡ് ആൻഡ് സ്റ്റാർട്ട്സ് മൂവിങ് ഫ്രം എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ് ഓഫ് ഇറ്റ്സ് ബേസ്. ഇപ്പോൾ ബേസ് ഒരു സർക്കിളാണ്, ആ സർക്കിളിൻ്റെ ഏറ്റവും ലെഫ്റ്റ് എക്സ്ട്രീം എൻഡിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നു. റിട്ടേൺ ടു ഇറ്റ്സ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, അത് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നു. ആഫ്റ്റർ മൂവിങ് അറൗണ്ട് ഇറ്റ്, ആ കോൺ, നമ്മൾ ഐസ്ക്രീം കോൺ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സർഫസ് ഉണ്ടല്ലോ, ആ സർഫസിലൂടെ വട്ടം കറങ്ങി അത് തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ വരുന്നു. അപ്പോൾ ബേസ് സർക്കിളിൻ്റെ ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ലാറ്റർ സർഫസിലൂടെ ജേർണി നടത്തി അത് ആ ബേസ് സർക്കിളിൻ്റെ സെയിം പോയിന്റിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് 360 ഡിഗ്രി അത് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഫൈൻ ജോമെട്രിക്കലി ദി ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് പാത്ത് ദി ആൻഡ് ക്യാൻ ടേക്ക്. ഒരു ഷോർട്ടസ്റ്റ് പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓൾസോ ഷോ ദിസ് പാത്ത് ഇൻ ബോത്ത് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. അപ്പോൾ നേരത്തെ ഒരു ഹെക്സഗണൽ പ്രിസം പോലെയുള്ള ഒരു ബോഡിയിലൂടെ ആൻഡിൻ്റെ മൂവ്മെൻറ്റ് കണ്ടു. അവിടെ ഫ്രണ്ട് വ്യൂവിൽ മാത്രമാണ് പാത്ത് വരച്ചത്, ടോപ്പ് വ്യൂവിൽ പാത്ത് ആ ഹെക്സഗൺ സർഫസ് തന്നെയായിരുന്നു. ഇവിടെ അതല്ല, ഒരു പിരമിഡൽ ഒബ്ജക്റ്റാണ്, കോണാണ്. അപ്പോൾ താഴെ ബേസ് സർക്കിൾ, മുകളിൽ ഒരു ഷാർപ്പ് പോയിൻറ്റുമാണ്. അപ്പോൾ അതിലേക്ക് ചുരുങ്ങി വരുന്ന ഒരു ലാറ്റർ സർഫസാണ് മുകളിലേക്ക് എത്തുമ്പോൾ അപ്പെക്സ് വരെ. അതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്നുള്ള വ്യൂവിലും ആ പാത്തിനെ കാണാൻ പറ്റും ടോപ്പ് വ്യൂവിൽ. ആ ഒരു ആംഗിളിൽ ആ കാഴ്ച എങ്ങനെയാണെന്നും കൂടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോളുക. ഞാനിത് ഇറേസ് ചെയ്തിട്ട് ഒരു ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരയ്ക്കും. ആദ്യം ടോപ്പ് വ്യൂ ഇസ് എ ബേസ് സർക്കിൾ, ഫ്രണ്ട് വ്യൂ ഇസ് എ ട്രയാങ്കിൾ. അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു സെക്ടർ ഓഫ് സർക്കിൾ പോലെ ഷേപ്പിലായിരിക്കും. ടോപ്പ് വ്യൂ സർക്കിളിനെ ഫിക്സഡ് ആയിട്ട് കോർണർ പോയിൻറ്റ്സ് ആ സർക്കിൾ പെരിഫറിയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് 30 ഡിഗ്രി ഞാൻ ഡിവൈഡ് ചെയ്യും. അതിനനുസരിച്ച് ലാറ്ററൽ എഡ്ജസ് ഫ്രണ്ട് വ്യൂവിലുണ്ടാവും. ഈ ഒരു ലാറ്ററൽ എഡ്ജസ് ഫോൾഡിംഗ് മാർക്കുകളാക്കിക്കൊണ്ടാണ് ആ സെക്ടർ ഓഫ് സർക്കിൾ ഡെവലപ്മെൻറ്റിൽ വരിക. അതിനുശേഷം ആ പാത്തിലേക്ക് എത്തുന്നത് നോക്കാം. മറ്റൊന്നുകൂടെ പറഞ്ഞോട്ടെ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ PI വർഗീസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ 16th ചാപ്റ്റർ 49th പ്രോബ്ലമാണ്. തന്നിരിക്കുന്ന കോണിൻ്റെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരച്ചു. ടോപ്പ് വ്യൂവിൽ സർക്കിളിനെ 30 ഡിഗ്രിയിൽ സബ് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12. ആക്സിസിൻ്റെ ടോപ്പ് അപ്പെക്സ് OA, ആക്സിസിൻ്റെ ബോട്ടം 13. എല്ലാ പോയിൻറ്റ്സും ഞാൻ എഴുതിയില്ല, കാരണം റീഡബിലിറ്റി കിട്ടാൻ വേണ്ടി. ഫ്രണ്ട് വ്യൂവിലേക്ക് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ ട്രയാങ്കുലർ ഷേപ്പ് ഇവിടെ ഫോം ചെയ്തു. ബോട്ടം ബേസിലുള്ള പോയിൻറ്റ്സ് എല്ലാം 1 2 3 4 5 6 ആണ്, ആ ക്രമത്തിന് എഴുതി. 1 4 7 അത് ആ ക്രമത്തിന് എഴുതി. 4 കഴിഞ്ഞിട്ട് ഇവിടെയാണ് 4 കഴിഞ്ഞിട്ട് 13 എന്ന ബോട്ടം മോസ്റ്റ് ആക്സിസ് പോയിൻ്റ്, അത് കഴിഞ്ഞിട്ട് 10 ആ ഒരു ക്രമത്തിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ O4-ഉം O10-ഉം ഈ നടുക്കൂടെ തന്നെ ഉണ്ട്. അതിൽ O4 വിസിബിൾ ആണ്, O10 ഹിഡൻ ആണ്. അതിൻ്റെ ഇടയ്ക്ക് O13 എന്ന ആക്സിസും ഉണ്ട്. അപ്പോൾ ആദ്യം കാണാവുന്ന O4 വരച്ചു, അതിൻ്റെ മറവിൽ ആക്സിസ് ഉണ്ട് O13, അതിനപ്പുറം ഡാഷ്ഡ് ലൈനായിട്ട് O10 എന്ന ലാറ്ററൽ എഡ്ജും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഫ്രണ്ട് വ്യൂവിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ഇപ്പുറത്ത് വരച്ചിരിക്കുന്നത്. ഈ കോണിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. അതിന് ഒബ്ജക്റ്റ് O1-ലൂടെ കട്ട് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുകയാണ്. O1 എന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇട്ടു. ആ O1-ൻ്റെ ലെങ്ത് ഈ ഒരു ലാറ്ററൽ എഡ്ജിൻ്റെ ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കോമ്പസ് ഡിസ്റ്റൻസ് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ വെർട്ടിക്കൽ O1 കിട്ടുന്നു. അത് റേഡിയസ് അപ്ലൈ ചെയ്തുകൊണ്ട് ആർക്ക് വരയ്ക്കുക. ആർക്ക് 1-ൽ സ്റ്റാർട്ട് ചെയ്ത് 1-ൽ അവസാനിക്കണം. അത് എത്രത്തോളം ആർക്ക് ഡിസ്റ്റൻസ് വരണം എന്നുള്ളതിന് ഒരു ക്ലൂ ഇവിടെ നിന്ന് കിട്ടും. ഈ ഒരു 1 2 ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക, ഡിവൈഡ് ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പോൾ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ 12-ൽ എത്തിയിട്ട് 1-ൽ അവസാനിക്കുന്നു. അത്രയും സ്ട്രെച്ച് ഔട്ട് ചെയ്ത് ആർക്ക് വരയ്ക്കണം.
എന്നിട്ട് ഓരോ 1 2 3 4 5 6ലേക്കുള്ള ഫോൾഡിങ് ലൈൻസ് ഈ ഇവിടെയുള്ള ലാറ്ററൽ എഡ്ജസ് എല്ലാം റാൻഡം 30 ഡിഗ്രിയിൽ ഡിവൈഡ് ചെയ്തെടുത്ത ലാറ്ററൽ എഡ്ജസ് എല്ലാം ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ആൻഡിൻ്റെ മൂവ്മെൻ്റ് ആണ് പ്ലോട്ട് ചെയ്യാനുള്ളത്. ആൻഡ് ബേസിലുള്ള ഒരു കോർണർ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ലാറ്ററൽ സർഫസിലൂടെ യാത്ര ചെയ്ത് തിരിച്ച് ആ പോയിന്റിൽ തന്നെ വന്നെത്തുന്നു. അതായത് 1ൽ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് 1ൽ തന്നെ വരുന്നു. ഇത്രയും സറൗണ്ടിങ്സ് അത് വട്ടത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്, സർക്കുലർ പാത്തിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. സർക്കുലർ പാത്താണോ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് 1 ഡെവലപ്മെൻറ്റിൽ, ഇതാണ് എൻഡ് പോയിന്റ് 1 ഡെവലപ്മെൻറ്റിൽ. അത് തമ്മിലൊരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ ഡ്രോ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ക്രോസിംഗ് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഈ ക്രോസിംഗ് പോയിൻറ്റ്സിനെയാണ് നമ്മളിനി നമ്മുടെ ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും പാത്ത് കണ്ടെത്തുന്നതിന് വേണ്ടി കൈകാര്യം ചെയ്യുന്നത്. ഈ പോയിൻറ്റ്സിനെല്ലാം പേരിടണം. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ. ഇത്ര പേര് ഞാനിട്ടു. എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, കെയിൽ അവസാനിക്കുന്നു. ഫ്രണ്ട് വ്യൂവിൽ ഇത് കണ്ടെത്തണം, ടോപ്പ് വ്യൂവിൽ ഇത് കണ്ടെത്തണം. ഫ്രണ്ട് വ്യൂവിൽ 1 എന്ന പോയിൻ്റ് ഉണ്ട്, സ്റ്റാർട്ടും എൻഡും 1 തന്നെയാണ്. എ എന്ന പോയിൻ്റ് O2 ലൈനിൽ OA ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ O2 ലൈന് ഇവിടെയുള്ള 2 പോയിൻ്റ് ഇതാണ്, ഇവിടെയാണ് 2' വരുന്നത്. ഇതാണ് O2 ലൈൻ, ഈ ഗ്രീൻ ലൈന്. ആ ലൈനിൽ OA ഡയറക്റ്റായിട്ട് മാർക്ക് ചെയ്യരുത്, കാരണം ഈ OA അല്ലെങ്കിൽ O2 എന്ന് പറയുന്ന ട്രൂ ലെങ്ത് ആണ്. പക്ഷേ ഇവിടെയുള്ള O2 ട്രൂ ലെങ്ത് അല്ല. ട്രൂ ലെങ്ത് ഈ സൈഡിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഏറ്റവും എക്സ്ട്രീമിലുള്ള ലാറ്ററൽ എഡ്ജിലാണ് ട്രൂ ലെങ്ത്. OA ഡിസ്റ്റൻസ് ഈ സൈഡിലുള്ള ഈ എക്സ്ട്രീം എഡ്ജിലേക്ക്, ട്രൂ ലെങ്ത് ഉള്ള എഡ്ജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം റിവേഴ്സ് പ്രൊജക്ഷൻ നടത്തി O2ൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ ഇവിടെ നിന്ന് പോയിന്റ് പുറത്തേക്ക് വന്നിട്ട് ട്രൂ ലെങ്ത് എടുത്ത് ഡെവലപ്മെൻറ്റിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവേഴ്സ് സ്റ്റെപ്പാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അവിടെ O2ൽ A' കിട്ടിയെങ്കിൽ അവിടെ നിന്ന് നേരെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ, താഴേക്കുള്ള പ്രൊജക്ഷൻ ഞാൻ ഗ്രീൻ ലൈൻ കൊണ്ട് തന്നെ വരയ്ക്കാൻ നോക്കാം. പ്രൊജക്ഷൻ താഴേക്ക് നടത്തിയാൽ അത് വരേണ്ടത് O2 ലൈനിലാണ്. ഇവിടെ എത്തും. അപ്പോൾ സ്മോൾ എ ഇവിടെ ഉണ്ടാവും. ഇനി O12 ലൈനും ഇത് തന്നെയാണ്. കാരണം 1 2 3 4 10 11 12 ഇവിടെ തന്നെയാണ് വരുന്നത്. O12 ലൈൻ ഇത് തന്നെയാണ്. അപ്പോൾ A' എന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കെയുടെ കറസ്പോണ്ടിങ് പോയിന്റും ഉണ്ടാകുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ ബ്രാക്കറ്റിൽ എഴുതുകയാണെങ്കിൽ A' ആദ്യത്തെ പോയിന്റും K' രണ്ടാമത്തെ പോയിന്റുമാണ്. ഇവിടെയാണ് കെ ഉണ്ടാകുന്നത്. അപ്പോൾ എയുടെ വർക്ക് കഴിഞ്ഞു, കെയുടെ വർക്ക് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ബിയും ജെയും ഒരുമിച്ചെടുക്കാം. കാരണം O3യും O11ഉം ഇതാണ് O3 ലൈൻ. ഇത് 10 കഴിഞ്ഞ് 11 ഇവിടെയാണ്. അപ്പോൾ ആ പ്രൊജക്ഷൻ മുകളിലോട്ട് വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ 3' എന്ന് ഞാൻ എഴുതുന്ന ലൈൻ O3 ലൈൻ തന്നെയാണ് O11 ലൈൻ. അതിലാണ് OB ഡിസ്റ്റൻസ് വരേണ്ടത്. OB ഡിസ്റ്റൻസ് കോമ്പസിൽ ഇവിടെ നിന്ന് എടുക്കുക, ഈ സൈഡിലേക്ക് അപ്ലൈ ചെയ്യുക. മേ ബി ഇവിടെ എവിടെയെങ്കിലും കിട്ടും B'. അത് O3യിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. O3യിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെയാണ് B' ഉണ്ടാകുന്നത്. അത് B' മാത്രമല്ല J' കൂടെയാണ്. അപ്പോൾ അത് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ O3 ലൈനിൽ ഇവിടെ കിട്ടുന്നു. അത് നേരെ താഴേക്ക് വന്നാൽ O3 ലൈനിൽ ഇവിടെ വരുന്നു, O11 ലൈനിൽ ഇവിടെ വരുന്നു. O11ൽ വരുന്നത് ജെ, O3യിൽ വരുന്നത് ബി. അടുത്തത് സിയും ഐയുമാണ്. ഇവിടെ O4ഉം O10ഉമാണ്. ഇത് നോക്കുക, ഈ സെൻട്രലിലുള്ള വെർട്ടിക്കൽ ലൈനാണ് O4 O10. അപ്പോൾ അതിൽ OC ഡിസ്റ്റൻസ് എടുക്കുക, അത് ഈ സൈഡിൽ മാർക്ക് ചെയ്യുക. ഈ സൈഡിലോ മാർക്ക് ചെയ്യാം. C' ഇവിടെയാണ് വരുന്നതെങ്കിൽ ആ സെൻട്രൽ ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ C'-ഉം I' വരും. C' ബ്രാക്കറ്റ് I'. അത് നേരെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല, കാരണം ഈ വെർട്ടിക്കൽ ലൈനാണ് വരുന്നത്. അതുകൊണ്ട് ഈ സൈഡിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് O1 ലൈനിൽ എത്തിക്കുക. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഞാൻ ഈ സൈഡിൽ കിട്ടിയ ട്രൂ ലെങ്ത് ലൈനിൽ കിട്ടിയ C' താഴേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ആ O1 ലൈനിലാണ് C'. അതുകൊണ്ട് ഇവിടുത്തെ O1 ലൈനിൽ ആ ഒരു പോയിന്റ് കണ്ടെത്തിയിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയും വരും, താഴെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയും വരും. ആ പോയിന്റ് C'-ഉം I'-ഉമാണ്. ഇവിടെ C' വരും, ഇവിടെ I' വരും.
അങ്ങനെ ഓരോ പോയിന്റ് റെസ്പെക്റ്റീവ് ലാറ്ററൽ എഡ്ജസിലേക്ക് പ്ലോട്ട് ചെയ്യുക. പ്ലോട്ട് ചെയ്യുന്നതിന് സൈഡിലുള്ള ട്രൂ ലെങ്ത് ബേസ് ചെയ്തിട്ട് ഇൻസൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഈ പോയിന്റ്സ് എല്ലാം പ്ലോട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഇവിടെ ആദ്യത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, നാലാമത്തെ പോയിന്റ്, ആ ക്രമത്തിന് ഇവിടെയും ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഇത് ജോയിൻ ചെയ്താൽ ഫ്രണ്ട് വ്യൂവിലെ പാത്തായി. ഞാൻ ഫ്രീ ഹാൻഡായിട്ട് ജോയിൻ ചെയ്താൽ മതി. കർവ്ഡ് പാത്താണ്, കാരണം കോണിക്കൽ കർവേഡ് സർഫസാണ്. കോണിൻ്റെ സർഫസ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതും അങ്ങനെ ഒരു ഫ്രീ ഹാൻഡ് സ്കെച്ച് വരയ്ക്കാവുന്ന ഒരു കർവ്ഡ് പാത്താണ്. ഇത് സെക്ഷനിങ് അല്ല, നമ്മൾ ഇൻസൈഡ് ഹാച്ച് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തേക്കില്ല. അതൊരു മിസ്റ്റേക്കാണ്. കാരണം ഇത് സെക്ഷനിങ്ങിൻ്റെ പ്രോബ്ലം അല്ല, പാത്ത് ട്രേസ് ചെയ്യാനുള്ള പ്രോബ്ലമാണ്. ആൻഡിൻ്റെ പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഓഫ് കോൺ വരച്ചു, അതിൻ്റെ ലാറ്ററൽ സർഫസിൻ്റെ ഡെവലപ്മെൻറ്റ് വരച്ചു. കോണിൻ്റെ ബോട്ടം ബേസിലുള്ള 1' സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ കോണിക്കൽ സർഫസിലൂടെ ട്രാവൽ ചെയ്ത് കംപ്ലീറ്റ് ജേർണി കഴിഞ്ഞിട്ട് തിരിച്ച് 1' എത്തുകയാണ്. അത് ഡെവലപ്മെൻറ്റിൽ 1 to 1 സ്ട്രെയിറ്റ് ലൈനായിട്ട് കാണിക്കുന്നതാണ് ഷോർട്ടസ്റ്റ് പാത്ത്. ആ പാത്ത് നമ്മുടെ ഫോൾഡിംഗ് മാർക്കുകളെ, ലാറ്ററൽ എഡ്ജസിനെ എല്ലാം ABCDയിലൂടെ ക്രോസ് ചെയ്യുന്നുണ്ട്. ആ ABCD പോയിൻറ്റ്സ് കൃത്യമായിട്ട് ഈ ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും പ്ലോട്ട് ചെയ്യണം. അപ്പോൾ 1 സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും കിട്ടിക്കഴിഞ്ഞ് O2 A എന്ന പോയിൻറ്റിനെ കുറിച്ച് മാത്രം ഞാനിപ്പോൾ പറയാം. അതിന് O2 ട്രൂ ലെങ്ത് ആണ്, OAയും ട്രൂ ലെങ്ത് ആണ്. ഈ OA ഡിസ്റ്റൻസ് കോമ്പസിലെടുത്ത് വേണം ഇവിടേക്ക് കൊണ്ടുവരാൻ. പക്ഷേ ഇവിടെ ട്രൂ ലെങ്ത് അല്ല O2ന്. O2 ഫസ്റ്റ് ഗ്രീൻ ലൈനാണ്, അത് ട്രൂ ലെങ്ത് അല്ല. ട്രൂ ലെങ്ത് എപ്പോഴും ബ്ലൂ ലൈനും ഈ ബ്ലൂ ലൈനും മാത്രമാണ്. അപ്പോൾ OA ഡിസ്റ്റൻസ് ആ ബ്ലൂ ലൈനിൽ അപ്ലൈ ചെയ്യുക, O1ൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഹൊറിസോണ്ടലി അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് O2ൽ ആ പോയിന്റ് A' ഇവിടെ കണ്ടുപിടിക്കുക. കൃത്യമായിട്ട് ഇവിടെ ഉണ്ട്. അവിടെ A' കിട്ടിക്കഴിഞ്ഞാൽ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. O2ൽ താഴെ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് O2ൽ A. O2 മാത്രമല്ല, ഇത് O2നും ഉണ്ട്, O12നും ഉണ്ട്. അത് രണ്ടും കൂടിയാണ് ഈ ഗ്രീൻ ലൈൻ. O2ഉം O12ഉം കൂടിയാണ്. കാരണം 1 കഴിഞ്ഞുള്ള 2ഉം 10, 11, 12ഉം 1ന് അപ്പുറമുള്ള 12ഉം 1ന് ഇപ്പുറമുള്ള 2ഉം കൂടെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ 2' ഞാൻ എഴുതിയിരിക്കുന്നത്. 2' ബ്രാക്കറ്റ് 12' ആണ്. അപ്പോൾ ഇത് O2'ഉം O12'ഉമാണ്. അപ്പോൾ A' രണ്ട് സ്ഥലത്ത് വരും. O2ൽ A വരും, O12ൽ A വരും. അങ്ങനെ എല്ലാ പോയിൻറ്റ്സും ഇവിടേക്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒരു ഡോട്ട് പോയിൻ്റ് അറേഞ്ച്മെൻറ്റ് കിട്ടുന്നു. ഇവിടെ ഇങ്ങനെ ഒരു സ്മൂത്ത് കർവിൻ്റെ സ്റ്റൈലുള്ള ഒരു ഡോട്ട് പോയിൻ്റ് അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും, ഒരു പാറ്റേൺ കിട്ടും. അത് ഫ്രീ ഹാൻഡായിട്ട് ജോയിൻ ചെയ്യുക. ഇത് ഫ്രീ ഹാൻഡായിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു കർവേച്ചർ ആണോ നിങ്ങൾക്ക് വരുന്നതെന്ന് വരച്ച് നോക്കുക. ചിലപ്പോൾ എക്സാക്റ്റ് ഈ ഒരു ബെൻഡിങ് കാണണമെന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു ആക്യുറേറ്റ് ആൻസർ വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബെൻഡ് തന്നെയായിരിക്കാം ഫ്രണ്ട് വ്യൂവിൽ. അതായത് ഈ ഒരു ശൈലിയിലുള്ള ബെൻഡ് ആവാനാണ് സാധ്യത. ഒരു ചെറിയ സ്മോൾ കർവ്. പക്ഷെ ഇവിടെ ഒരു ബലൂൺ ലൈക്ക് ഷേപ്പായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ 1ൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാൻ മറന്നുപോയി. 1ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1ൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബലൂൺ ലൈക്ക് അപ്പിയറൻസ് ഉണ്ടാവും. ഈ ഒരു അപ്പിയറൻസ് ആണ് ടോപ്പ് വ്യൂവിൽ കിട്ടുക, ഈ ഒരു അപ്പിയറൻസ് ആണ് ഫ്രണ്ട് വ്യൂവിൽ കിട്ടുക. ഡെവലപ്മെൻറ്റിൽ എപ്പോഴും ഇതുപോലുള്ള പാത്തുകൾ സ്ട്രെയിറ്റ് ലൈനുകളായിരിക്കും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. കൃത്യമായ ഫിഗർ കിട്ടണമെങ്കിൽ PI വർഗീസിൻ്റെ പ്രോബ്ലം നമ്പർ 49th പ്രോബ്ലം, 16th ചാപ്റ്റർ 49th പ്രോബ്ലം റെഫർ ചെയ്യുക. ഇതാണ് ആ പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യൻ ആവശ്യമുള്ളവർ പോസ്റ്റ് ചെയ്തിട്ട് എഴുതുക. ഇതാണ് അതിൻ്റെ ആൻസർ ഡ്രോ ചെയ്തിരിക്കുന്നത്. ആവശ്യമുള്ളവർ സ്നാപ്ഷോട്ട് എടുക്കുക. ഇതിൻ്റെ അകത്ത് ഡയമെൻഷനിങ്ങും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കാണിച്ചിരിക്കുന്നത് പോലെ ആൻസറുകൾ ഫിനിഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാ വർക്കുകളിലും ഈ ഒരു ഫൈനൽ ഫിനിഷിംഗ് ലെവൽസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. ടൈം സേവ് ചെയ്യുന്നതിന് വേണ്ടി ഡയമെൻഷനിങ്ങും അങ്ങനെയുള്ള ആരോ ഹെഡുകളും കാര്യങ്ങളുമൊക്കെ കൃത്യതയോടെ പൂർണ്ണമായിട്ട് നീറ്റായിട്ട് ചെയ്യുക. ഇതോടെ ഈ ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്.